ബിഗ് ബോസ് മലയാളം സീസൺ 7 ഫിനാലേക്ക് 3 ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഫിനാലെ വീക്കിലെ മിഡ് വീക്ക് എവിക്ഷൻ ബിഗ് ബോസ് വീട്ടിൽ നടന്നു. ഇനി ബിഗ് ബോസ് വീട്ടിലെ പുതിയ സാഹചര്യം എന്തായിരിക്കും? ഇനി ബിഗ് ബോസ് വീട്ടിൽ മത്സരാർത്ഥികളായി ശേഷിക്കുക 6 പേർ മാത്രം. ബിഗ് ബോസിന്റെ ഫിനാലേക്ക് ഇനി 3 ദിവസങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുക. ബിഗ് ബോസ് വീട്ടിൽ നിലവിൽ എല്ലാ മത്സരാർത്ഥികളും എത്തിയിട്ടുണ്ട്. ബിഗ് ബോസ് മലയാളം സീസൺ 7 പങ്കെടുത്ത എല്ലാ മത്സരാർത്ഥികളും നിലവിൽ ഈ ദിവസം ബിഗ് ബോസ് വീട്ടിലുണ്ട്. ബിഗ് ബോസ് വീട്ടിലെ മത്സരാർത്ഥികളുടെ വ്യത്യസ്തമായ സംഭവങ്ങളും അനുഭവങ്ങളും കോർത്തിണക്കിയ ഒരു വീഡിയോ പ്രസന്റേഷൻ ഉൾപ്പെടെയുള്ളവ ഇന്ന് ബിഗ് ബോസ് വീട്ടിൽ നടന്നിരുന്നു. ബിഗ് ബോസ് വീട്ടിലേക്ക് എല്ലാ മത്സരാർത്ഥികളും തിരികെ എത്തിയപ്പോൾ വ്യത്യസ്തമായ കാര്യങ്ങളാണ് ബിഗ് ബോസ് വീട്ടിൽ നടക്കുക. ചിലയിടങ്ങളിൽ പഴയ സൗഹൃദങ്ങൾ പുതുക്കുന്നതിന്റെ തിരക്കും, മറ്റു ചിലയിടങ്ങളിൽ നിലവിൽ സംഭവിച്ച അബദ്ധങ്ങളും തെറ്റുകളും ആർക്കാണ് സംഭവിച്ചത് എന്ന ഉത്തരവാദിത്തം കണ്ടുപിടിക്കാൻ പരസ്പരം നടത്തുന്ന തർക്കങ്ങളും വഴക്കുകളും. ഇതിലൊന്നും പങ്കെടുക്കാതെ ബിഗ് ബോസ് വീട്ടിലെ നിലവിലെ മത്സരാർത്ഥികൾക്ക് ഊർജം പകർന്ന് അവരോടൊപ്പം സ്നേഹത്തോടെ ചിലവഴിക്കുന്ന മറ്റു ചില മത്സരാർത്ഥികൾ. അങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ വ്യത്യസ്തമായ കാഴ്ചകളാണ് ഈ ആഴ്ചകളിൽ നിലവിലുള്ളത്. ബിഗ് ബോസ് വീട്ടിൽ ഫിനാലയിലേക്ക് പ്രവേശിക്കുമ്പോൾ 7 മത്സരാർത്ഥികളായിരുന്നു ഉണ്ടായിരുന്നത്. ഈ 7 മത്സരാർത്ഥികളിൽ നിന്ന് വ്യാഴാഴ്ച ദിവസം ടെലികാസ്റ്റ് ചെയ്ത എപ്പിസോഡിൽ ആദില ബിഗ് ബോസ് വീടിനോട് വിട പറഞ്ഞിരിക്കുന്നു. ഇനി ശേഷിക്കുക 6 മത്സരാർത്ഥികളായിരിക്കും. ആദിലയുടെ എവിക്ഷൻ ഇങ്ങനെയായിരുന്നു. ബിഗ് ബോസ് വീടിന്റെ ഗാർഡൻ ഏരിയയിൽ 7 ബോംബുകൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതിന്റെ വയറുകൾ പ്ലയർ ഉപയോഗിച്ച് കട്ട് ചെയ്യുമ്പോൾ അതിൽ നിന്നും പുക പുറത്തേക്ക് വരും. അതിൽ പച്ചപ്പുക പുറത്തു വരുന്നവർ ബിഗ് ബോസ് വീട്ടിൽ തുടരുകയും അതിൽ ചുമലപ്പുക പുറത്തു വരുമ്പോൾ അവർ എവിക്റ്റ് ആവുകയും ചെയ്യും. അങ്ങനെ ബിഗ് ബോസ് വീട്ടിലെ 7 മത്സരാർത്ഥികളും അവരവർക്ക് നൽകിയിരിക്കുന്ന ബോംബുകളുടെ വയറുകൾ മുറിച്ചപ്പോൾ ആദിലയുടെ ബോംബിൽ നിന്നും പുറത്തു വന്നത് ചുമലപ്പുകയായിരുന്നു. അങ്ങനെ ആദില ബിഗ് ബോസ് വീട്ടിൽ നിന്ന് കൂടെയുള്ള മത്സരാർത്ഥികളോടും നൂറയോടും യാത്ര പറഞ്ഞ് ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തിറങ്ങി. ആദിലയും നൂറയും ഒരുമിച്ച് ഒരു മത്സരാർത്ഥി എന്ന നിലയിലാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തിയത്. എന്നാൽ പിന്നീട് ഗെയിമിന്റെ ഒരു സാഹചര്യത്തിൽ ഇവരെ രണ്ടുപേരെയും ബിഗ് ബോസ് പിരിക്കുകയും രണ്ടുപേരെയും വ്യത്യസ്തരായ 2 മത്സരാർത്ഥികളായി പരിഗണിക്കുകയുമായിരുന്നു. ഏതായാലും ഇവർ രണ്ടുപേരും ഫിനാലെ വീക്കിലേക്ക് കടന്നു. ഫൈനൽ 7ന്റെ ഭാഗമായി ഫൈനൽ 7 കണ്ടസ്റ്റന്റ് ആയിട്ടാണ് ആദില ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്താകുന്നത്. ഇനി ബിഗ് ബോസ് വീട്ടിൽ 6 മത്സരാർത്ഥികളാണ് ഉള്ളത്. നിലവിൽ ബിഗ് ബോസ് വീട്ടിലുള്ള മത്സരാർത്ഥികൾ നെവിൻ, അക്ബർ, നൂറ, ഷാനവാസ്, അനീഷ്, അനുമോൾ എന്നിവരാണ്. ഈ 6 പേർക്ക് വേണ്ടിയായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ വോട്ടിംഗ് നടക്കുക. വെള്ളിയാഴ്ച ദിവസം മുതലുള്ള വോട്ടിങ്ങിൽ നിന്ന് ബിഗ് ബോസ് ആദിലയുടെ പേര് നീക്കം ചെയ്തിട്ടുണ്ട്. ഇനി അറിയേണ്ടത് ആദിലയ്ക്ക് ലഭിച്ചിരുന്ന വോട്ടുകളെല്ലാം നൂറയിലേക്ക് കേന്ദ്രീകരിക്കുമോ ഇല്ലയോ എന്നതാണ്. ബിഗ് ബോസ് സാധാരണ ഫിനാലയിൽ ഫൈനൽ 5നെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുക. ബിഗ് ബോസ് കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ടിരുന്നതും ആരായിരിക്കും ഫൈനൽ 5 എന്നാണ്. മാത്രമല്ല ലാലേട്ടൻ്റെ ഫിനാലയുടെ ഒരു പ്രൊമോ പുറത്തു വന്നതിൽ മെഴുകുതിരികൾ ഊതിക്കെടുത്തുന്ന ആ പ്രൊമോയിലും 5 മെഴുകുതിരികളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഫൈനൽ 5ലേക്ക് തന്നെ ഫിനാലെ ദിവസം മത്സരാർത്ഥികൾ എത്തും എന്ന് പ്രതീക്ഷിക്കാം. അതായത് ഒരാൾ കൂടി ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഫിനാലെ ദിവസത്തിന് മുൻപ് എവിക്റ്റ് ആകും. അത് എങ്ങനെയായിരിക്കും എവിക്ഷൻ ഉണ്ടാവുക, എന്നായിരിക്കും, എന്ത് മെത്തേഡായിരിക്കും, ആരായിരിക്കും എന്നൊക്കെ അറിയാൻ പ്രേക്ഷകർ കാത്തിരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഫിനാലേക്ക് മുൻപ് ഇനിയൊരു എവിക്ഷൻ ഉണ്ടായാൽ അത് ആരായിരിക്കും എന്ന് കമൻറ്റ് ചെയ്യൂ. മാത്രമല്ല ബിഗ് ബോസിൽ കപ്പടിക്കാൻ യോഗ്യരായി നിങ്ങൾ കാണുന്ന മത്സരാർത്ഥികൾ ആരൊക്കെയെന്ന് കമൻറ്റ് ചെയ്യൂ.